കോതമംഗലം ഇന്ദിരാഗാന്ധി കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായ മാങ്കുളം സ്വദേശിനി നന്ദന ഹരിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം. ഇന്നലെ രാവിലെയാണ് ക്യാമ്പസിലെ ഹോസ്റ്റലിൽ നന്ദനയുടെ മൃതദേഹം കണ്ടെത്തിയത്. നന്ദനയുടെ കാൽ നിലത്ത് മുട്ടിയ നിലയിലായിരുന്നുവെന്നും ഇതിൽ ദുരൂഹതയുണ്ടെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച ഫോണിൽ സംസാരിച്ചപ്പോഴും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം കോളേജിൽ ഫീസ് നൽകിയിരുന്നുവെന്നും നന്ദനയുടെ പിതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ നന്ദന സജീവമായിരുന്നു. എന്നാൽ മരിക്കുന്നതിന് മുൻപ് ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റുകളെല്ലാം നീക്കം ചെയ്ത നിലയിലാണ്. നന്ദനയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേസമയം നന്ദനയ്ക്ക് ആരെങ്കിലുമായി പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ലെന്നും കോളേജിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും അസ്വാഭാവികത കാണുന്നില്ലെന്നും പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. കോളേജ് കോമ്പൗണ്ടിലെ ഹോസ്റ്റലിലാണ് നന്ദന താമസിച്ചിരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി നന്ദന മാത്രമായിരുന്നു റൂമിലുണ്ടായിരുന്നത്. സ്റ്റഡി ലീവ് ആയതിനാൽ മറ്റു കുട്ടികൾ വീട്ടിൽ പോയിരുന്നു. ഇന്നലെ രാവിലെ മടങ്ങിയെത്തിയ കൂട്ടുകാരി ജനലിലൂടെ നോക്കിയപ്പോഴാണ് മൃതദേഹം കാണുന്നത്. പോലീസാണ് അകത്തുനിന്ന് പൂട്ടിയ വാതിൽ തള്ളി തുറന്നത്. ബന്ധുക്കൾ എത്തിയതിനു ശേഷം മൃതദേഹം താഴെ ഇറക്കി. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം വൈകുന്നേരത്തോടെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുത്തു.